ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇരിക്കണോ സീസർ? എനിക്ക് മിസ്റ്റർ കൈമൾ ഒന്ന് കാണണം. ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. എന്താ വല്ല അറസ്റ്റ് വാറന്റ്? കൈമൾ ഒന്ന് വിളിച്ചാ കൊള്ളാം. ഏഴ് മോർണിംഗിൽ തന്നെ ഡ്യൂട്ടിക്ക് തയ്യാറാകുന്ന എസ് ഐമാർ ഈ നാടിന്റെ സമ്പത്ത് തന്നെ. സ്റ്റോപ്പ് യുവർ ജോബ്സ്. ധൃതി വയ്ക്കാതെ സാറേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രമേശ്. മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വീടിന്റെ താക്കോൽ. ഒരു മാസത്തെ വാടകയുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഓ, ഞങ്ങളുടെ വീട് തീരെ ചെറുതായി പോയിരിക്കും. നിങ്ങൾ വലിയ ഇൻസ്പെക്ടർ അല്ലേ? ഒരു പോക്കണ്ടില്ലേ? നോക്കി കയറ്റിക്കളെ. ആഹാ, അതുമല്ല. എസ് ഐ സാർ വീട് മാറിപ്പോയതിന് മുതലാളി എന്തിനാ നമ്മളോട് ദേഷ്യപ്പെടുന്നേ? അവൾ ഇനി എണീറ്റില്ലേ? എന്റെ ഗുരുവായൂരപ്പ, മണി 7. ഈ അരളും കെട്ടവൾ ഇനി എണീക്കാറായില്ലേ? മറ്റൊരു വീട്ടിൽ പൊറുക്കേണ്ടവളാ അവളെ. ഞാൻ ഇന്ന് വേണ്ടമ്മേ, അവൾ കുഞ്ഞില്ലേ, ഉറങ്ങിക്കോട്ടെ. കുഞ്ഞ് വടി വെച്ച് താരാട്ട് പാട്. ഞാൻ പോയിട്ട് വരാം. ശരി അമ്മേ. പിന്നെ അമ്മേ, റാണിക്കൊരു സാരി വേണമെന്ന് അവൾ എത്രയായി പറയുന്നു. ഒന്നും വാങ്ങിക്കൊടുക്കമ്മേ. മോളെ, അവൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടല്ലോ. നിനക്കൊന്നും വേണമെന്ന് ചോദിച്ചില്ലല്ലോ. നീ ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നേ. എനിക്ക് എന്തിനാമേ അതൊക്കെ? എനിക്കിത് മതി. ദൈവമേ, ഞാൻ ഇത്ര പാവിയായി പോയല്ലോ. അവളെ വിളിച്ചെണീപ്പിക്ക്. ഞാൻ പോട്ടെ മോളെ. ശരി അമ്മേ. എന്റെ പൊന്നാശാന് അതൊന്ന് കാണണ്ടായിരുന്നു. ഓർക്കുമ്പോ കുളിര് പോയിട്ടുണ്ട്. കുളിരങ്ങ് കോരിയിടുകയല്ലേ. ഒരു കാര്യം ചെയ്യ്, ഒരു വീട് നിന്റെ കുളിര് അല്പം കുറയട്ടെ. ഞാൻ അതല്ലെന്ന് പറഞ്ഞത്. ഞാൻ സിനിമയിൽ ബ്ലൂവിന്റെ കാര്യം പറഞ്ഞത്. അത് ശരി. വീടോട് വീടിയാ വീടി. എന്റെ റാണിയെ ഒന്ന് കല്യാണം കഴിച്ച് കിട്ടിയാലേ. എന്നുണ്ട്. അയ്യോ, 100 ആയുസാണേ. ആർക്കെനിക്കോ? അല്ല, നിനക്ക് കൊണ്ടോ? അല്ല, നീ എവിടെ പോണെന്ന് പറഞ്ഞു? ഇനി പോലെ അത് പോയിക്കോ. എങ്ങോട്ട്? നീ ഇപ്പൊ പറയില്ല പോണെന്ന് പോലെ. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്ത് പോയിക്കാശാല്, ഒന്ന് പോ. നടത്തിക്കോ. ഞാൻ പോയേക്കാം. അല്ലെ, നീ എന്താ അങ്ങോട്ട് പോകുന്നു? എന്റെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടി അവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അവിടെ കിടക്കട്ടെ. അതിന് തന്നെ വഴിയുണ്ടോ? എനിക്ക് ഇത്രയും ഒരു വണ്ടി എടുത്തൂടെ? നീ വഴിക്ക്. എന്താടാ, ഒന്ന് പോ. കൊച്ചു കള്ളൻ. അപ്പൊ ഓക്കെ, കാണാ. റാണി തുന്നല് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ ഓർത്തോണ്ട് വരികയായിരുന്നു. എന്തൊരു ധൃതിയാണത്. ഒന്ന് പതുക്കെ പോകുന്നേ. അയ്യോ, അമ്മ ഇങ്ങനെ അറിഞ്ഞ കൊന്നുകളെ. ഞാൻ പോട്ടെ. ഓ, എന്റെ പൊന്നും മോളെ, നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിക്കാൻ വിചാരിച്ചോ. പട്ടിയായി ജനിച്ചാൽ മതിയായിരുന്നു. ഒപ്പരങ്ങനെ നടക്കുകയായിരുന്നു. ആർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇത് അടി പിടിച്ചു പോവോ? ഇതെന്ത് പറയുമായ ഇവനെ അങ്ങോട്ട് പോയതല്ലേ, പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി? പണ്ടാറക്കാലത്ത് മുഴുവൻ കണ്ടിട്ടുണ്ടാവൂ. രഘു, എന്താണത്? വടിയായോ? അവിടുന്ന് എന്തേ രഘു? എന്റെ പൊന്നു മോനെ, എങ്ങനെയാണ് ആ തള്ളയോട് റാണിയുടെ കാര്യം പറയുന്നത്? എനിക്ക് ആ തള്ളയെ പേടിയാ. അതേ, ആണുങ്ങൾക്ക് ഇവിടെ ഒരു സാധനമുണ്ട്. നട്ടല്ലേ? അതവിടെ തന്നെയല്ലേ? പക്ഷേ അതിന് ബലം കുറവാണോ എന്ന് എനിക്ക് സംശയം. എന്റെ പൊന്നും മോനെ, ഈ കാര്യം നീ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. നമുക്ക് നീ ഒരു കാര്യം ചോദിച്ചാൽ മതി. അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം. നിനക്ക് ഒരമ്മാവനില്ലേ? ഒരമ്മാവനില്ലേ? രണ്ടമ്മാവനില്ലേ? അതിലൊരാൾ ചത്ത്, മറ്റേ ചത്തന് സമ. നീ അതൊക്കെ വിട്. നീ ഇതെങ്ങനെയെങ്കിലും ഭംഗിയായി നടത്തി തരണം. ആദ്യമായിട്ട് നീ അവളെ കണ്ടപ്പോഴ് എന്നെ വേണ്ടായിരുന്നു. ശരി, അതൊക്കെ വീട്ടേ.
കാര്യം കാണാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുക. നീ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മൾക്ക് ഫ്രണ്ട്സ് അല്ലേ? അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഈ കാര്യം നടത്തി തരാൻ നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. ഓക്കെ ശരി, നീ വാ. നിങ്ങളുടെ വീടിന്റെ താക്കോൽ. ഒരു മാസത്തെ വാടകയുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. പെണ്ണായ കുറച്ച് അടക്കമൊതുക്കൊക്കെ വേണം. അതാണ് ഭാരത സ്ത്രീകൾക്ക് ഭൂഷണം. എന്തൊരു ഇത്? നീയോ പോകണ്ടേ? ഞാനില്ല. ഇന്ന് ആകെ ഒരു മൂഡൌട്ട്. മൂഡൌട്ടിന് എന്ത് പറ്റി? ആ എസ് വീട് മാറിപ്പോയി. ഓഹോ, അതാണ് കാര്യം. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അടുത്ത് തന്നെ. പിന്നെ എന്തിനാ മൂഡൌട്ട്? അടുത്തല്ലേ, കാണാമല്ലോ. ഞാൻ പറയാം, പിന്നെ വിരഹ ദുഃഖത്തിലാണെന്ന്. പോലും കളിയാക്കാതെ. ഒരു കാര്യം, അവസാനം കരയരുത്. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാ. അദ്ദേഹം നല്ലവനാ, എനിക്കിഷ്ടമാണ്. വാ പോകാം. നടക്ക്. ചേച്ചി, ആ വീട്ടിൽ താമസിക്കുന്ന ആളെ പോലീസ് ഇൻസ്പെക്ടറാ. പോലീസ് ഇൻസ്പെക്ടർ ഒരിഞ്ഞൊരിഞ്ഞ് കൊല്ലണവന്മാരെ. അയാള് നമ്മുടെ വർമ്മത്തിരുമനിയുടെ മോനാ. ഈ ഇൻസ്പെക്ടർ നല്ല ആളാണെന്ന് നമ്മെ പറയുന്നത്. നീ എന്തിനാ അതൊക്കെ നോക്കി നടക്കാൻ പോകുന്നേ? മര്യാദയ്ക്ക് നടന്നോളണം, പറഞ്ഞേക്കാം. ആ പീറ എസ്ഐനെ കൊണ്ട് ഒരു ശല്യമായല്ലോ. അമ്മയെ ഞാൻ പറഞ്ഞതാ അവനെ എടുത്തറിയാൻ. DIGയോട് പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ അവൻ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കറിയാം. ആ രവീന്ദ്രൻ നായർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. ശരി, നമുക്ക് ആലോചിക്കാം. പിന്നെ ഗോവക്കാരിക്കും പെരുങ്കത്തിക്കും ഫിലിം സ്റ്റാർസിനൊന്നും മാർക്കറ്റേ ഇല്ല. തനി നാടൻ തന്നെ പടമണ സ്ത്രീയാണ്. അത് വളരെ എളുപ്പമല്ലേ? മാത്രമല്ല ചിലവും കുറവാണ്. ആ അമ്മിണിപ്പെണ്ണിന്റെ കുഴപ്പത്തിന് ശേഷം ഒരൊറ്റ ഇളവരെ കിട്ടാനില്ല. ആ രാഘവൻ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഹലോ അങ്കിൾ, ഡാഡി, ഞാൻ പോട്ടെ. ആ ഗുരു, ആ രഘുവിനൊന്ന് തലോടി വിട്ടേക്കണം. വല്ല കാരണവും ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ ആ SI രമേശ് ഉണ്ടല്ലോ, സൂക്ഷിക്കണം. ഏറ്റവും മുതലാളി.